സംസ്ഥാനത്തിന്റെ ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ചീഫ് സെക്രട്ടറിയുടെ ഡാൻസ് ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. സ്വകാര്യ ചാനൽ പരിപാടിയിൽ പങ്കെടുത്ത തുറന്ന ബസ്സിൽ ബ്രേക്ക് ഡാൻസ് കളിച്ച ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെതിരെ ഉദ്യോഗസ്ഥർക്കിടയിൽ മുറുമുറുപ്പ് ശക്തമാണ്. സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും തലവനായ ചീഫ് സെക്രട്ടറി ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയാൽ കീഴുദ്യോഗസ്ഥർക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും അത് തെറ്റായ പ്രതിച്ഛായയാണ് സൃഷ്ടിക്കുകയെന്നാണ് വിരമിച്ച മുൻ IAS IPS ഉദ്യോഗസ്ഥരുൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം സ്വകാര്യ ചാനൽ തയ്യാറാക്കിയ തുറന്നിട്ട ഡബിൾ ഡെക്കർ ബസ്സിലാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും യുവ IAS ഓഫീസറായ ദിവ്യ S അയ്യരും എത്തിയിരുന്നത്. അവതാരകരായ ചാനലിലെ പ്രധാന മാധ്യമപ്രവർത്തകർ കുട്ടിയാണെങ്കിൽ കലോത്സവത്തിൽ ഏത് ഐറ്റത്തിനാണ് പങ്കെടുക്കുക എന്ന് ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ബ്രേക്ക് ഡാൻസ് ആണ് ഇഷ്ടമെന്നാണ് അവർ മറുപടി പറഞ്ഞിരുന്നത്. തുടർന്ന് ഒരു മടിയുമില്ലാതെ ആ തുറന്ന ബസ്സിൽ അവർ ഡാൻസ് കളിക്കുകയാണ് ഉണ്ടായത്. ബസ്സിൽ ഉണ്ടായിരുന്നവരും ദിവ്യ S അയ്യരും ഉൾപ്പെടെ കൈയടിച്ചും താളം പിടിച്ചും ചീഫ് സെക്രട്ടറിയെ പ്രോത്സാഹിപ്പിക്കുന്നതും പുറത്തുവന്ന ദൃശ്യത്തിലുണ്ട്. ഈ ഡാൻസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടെയാണ് വിമർശനവും കൂടി വരുന്നത്. അടുത്ത കാലത്ത് ഉന്നത IAS ഉദ്യോഗസ്ഥർക്കിടയിലെ ചേരിപ്പോരും അച്ചടക്ക ലംഘനങ്ങളും സർക്കാരിന് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ജാതീയ ചേരിതിരിവുണ്ടാക്കാനായി ശ്രമിച്ച മുതിർന്ന IAS ഗോപാലകൃഷ്ണന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന ആരോപണവുമുണ്ട്. ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ പേരിൽ സർക്കാർ കൈക്കൊണ്ട അച്ചടക്ക നടപടി പിൻവലിച്ച് K ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. K ഗോപാലകൃഷ്ണൻ ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ വ്യാജമൊഴി നൽകിയ K ഗോപാലകൃഷ്ണൻ IASനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന പോലീസ് നിലപാട് തള്ളിക്കൊണ്ടാണ് സർക്കാർ സംരക്ഷണം നൽകാൻ നീക്കം നടത്തുന്നത്. ഉന്നത CEO ആയിരിക്കെ താൻ ഫയൽ മുക്കിയെന്ന ആരോപണത്തിന് പിന്നിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലക് ആണെന്ന ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് കൃഷി സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന N പ്രശാന്തിനെ സർക്കാർ അച്ചടക്ക നടപടിക്ക് വിധേയനാക്കിയത്. പ്രശാന്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യമായി പ്രതികരിച്ചുവെന്നും ഇത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയെന്നുമായിരുന്നു പ്രശാന്തിനെതിരെയുള്ള ആരോപണം. ഗോപാലകൃഷ്ണനെതിരെയും ജയതിലകിനെതിരെയും പ്രശാന്ത് രൂക്ഷമായ ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രശാന്തിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു പിന്നീട് പുറത്തുവന്ന തെളിവുകൾ. എന്നിട്ടും പ്രശാന്തിനെതിരെയുള്ള അച്ചടക്ക നടപടി പിൻവലിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പൊതുയിടത്തിലും ഓഫീസുകളിലും IAS ഉദ്യോഗസ്ഥരും IPS ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പുലർത്തേണ്ട ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. അതാണ് തുടർച്ചയായി കേരളത്തിൽ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തലസ്ഥാനത്തെ തെരുവ് വീഥികളിലൂടെ സഞ്ചരിച്ച തുറന്ന ബസ്സിലും ഇപ്പോൾ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. പെരുമാറ്റച്ചട്ടം എല്ലാവരിലേക്കും എത്തിക്കേണ്ട ചീഫ് സെക്രട്ടറി തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താകുമെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്.